ഉത്തരേന്ത്യയിലല്ലോ, മറ്റു നാട്ടിലല്ലോ പ്രിയപ്പെട്ടവരെ. മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറ പഞ്ചായത്തിലെ കുറുമ്പിലങ്ങാട് താമസിക്കുന്ന 3 സഹോദരങ്ങൾ, അവരുടെ സങ്കടം, ദയനീയത പ്രിയപ്പെട്ടവരെ നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ പങ്കുവെക്കാണ്. മാനവികത ഉയർത്തിപ്പിടിക്കുന്ന മലപ്പുറം ജില്ലയിലാണ് ഈ 3 കുടുംബങ്ങളുടെ സങ്കടം ഒരേ ഫ്രെയിമിൽ എടുക്കേണ്ട, ഒരേ ഫ്രെയിമിൽ നിങ്ങളോട് പങ്കുവെക്കേണ്ട ഏറ്റവും വലിയ ഗതികേട്, ഏറ്റവും വലിയ സങ്കടം വന്നിട്ടുള്ളത്. പലർക്കും ഫിസ്റ്റുല കിട്ടുന്നില്ല, ഞരമ്പ് കിട്ടാത്തത് കൊണ്ട് പല വഴിക്കാണ് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മലയാളികളെ, വലിയ മുതലാളിമാരുണ്ടല്ലോ നമ്മുടെ നാട്ടില്, സക്കാത്ത് കൊടുക്കുന്ന ആളുകളുണ്ട്. പലരും പറയാറുണ്ട്, സക്കാത്തിന് മാറ്റിവെക്കുന്ന വിഹിതം അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് എത്തിയാൽ ഈ മക്കളുടെ ഉപ്പമാരെ അവരെ യത്തീമാവാതിരിക്കാൻ അവസാന ശ്രമമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളെല്ലാരും സഹായിക്കും. അറിയില്ലേ, ഞാൻ മുത്താലിമാണ്, ഞാൻ എല്ലാവർക്കും വേണ്ടി സഹായിക്കണ്ട്. ഞാൻ പനപ്പുള്ള ജീവിതത്തിൽ കൊതി തീർന്നിട്ടില്ല. എല്ലാരും സഹായിക്കണം, പാവാണ്. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. എന്റെ കുട്ടിയാണല്ലോ ഒറ്റക്കാരി, നാട്ടുകാരല്ലാതെ ഞങ്ങൾക്ക് ഈ നാട്ടുകാരല്ലാതെ ഞങ്ങൾക്ക് ആരും സഹായത്തിനില്ല. ഞങ്ങളെ സഹായിക്കണേ. എന്റെ കുട്ടിയാണ്, ഞാൻ ഒറ്റക്കാരി, ഞാൻ സ്കൂൾ ഡ്രൈവർ, എനിക്കിപ്പോ പണിക്ക് പോകാൻ യാതൊരു കഴിവില്ല. സക്കാത്ത് കൊടുക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുതലാളിമാരെ, ലക്ഷങ്ങളും കോടികളും സക്കാത്ത് കൊടുക്കുന്ന പ്രിയപ്പെട്ടവരുടെ മനസ്സൊന്ന് ഇളകണേ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ കൊടുക്കുന്ന സക്കാത്ത് 100% അർഹതപ്പെട്ട കുടുംബങ്ങളാണ്. ശ്വാസ തടസ്സം വന്ന് കഴിഞ്ഞ ആഴ്ചയിലാണ് വെന്റിലേറ്ററിലാവേണ്ട ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ സമദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നിൽക്കുന്ന കൈകൂപ്പി നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് അവസാന പ്രതീക്ഷയാണ്. നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് ഇവരുടെ ബാപ്പയെ, ഇവരുടെ പിതാവിനെ രക്ഷപ്പെടുത്താനുള്ള അവസാന മാർഗമാണ് പ്രിയപ്പെട്ടവരെ. 39 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ചെസ്റ്റിന്റെ മുകളിലാണ് ഫിസ്റ്റുല വെച്ച് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറുമ്പലങ്ങോട് താമസിക്കുന്ന പ്രിയപ്പെട്ട ജംഷീദാണ് ഇന്ന് ഗുരുതരമായിട്ടുള്ള കിഡ്നി രോഗത്തിന്റെ അവസാന സ്റ്റേജിൽ നിൽക്കുന്നത്. ഇരു വൃക്കകളും തകരാറിലായി വൃക്ക രോഗത്തിന്റെ അവസാന സ്റ്റേജിലുള്ള ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി നിങ്ങളുടെ കരുണ വേണം, കരുതൽ വേണം പ്രിയപ്പെട്ടവരെ. ഒരു കനോലി പ്ലോട്ടിൽ കരിമ്പ് ജ്യൂസ് വിൽക്കുന്ന ഒരു ചെറിയ ജോലിയാണ് പ്രിയപ്പെട്ട നൗഷാദ് കാക്കുള്ളത്. എല്ലാരും സഹായിക്കണം, കോടി പുണ്യം കിട്ടും, ഞങ്ങളെ സഹായിക്കും. സമദ് കാക്ക് 2 മക്കളാണ്, ഒരു മോളും മോനുമാണ് ഉള്ളത്. അതേപോലെ തന്നെ നൗഷാദ് കായുടെ കാര്യം ഏറ്റവും സങ്കടകരമാണ്. 4 പെൺകുട്ടികളാണ്. ഒരു മൂത്ത കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ഇനി 3 പെൺകുട്ടികളുടെ ചുമതല കൂടി പ്രിയപ്പെട്ട നൗഷാദ് കാക്കാണ്. അതേപോലെ ജംഷീദ് കാക്ക് 3 മക്കളാണ്, 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും അടക്കം. പ്രിയപ്പെട്ടവരെ, 9-10 മക്കളുടെ ആ ഒരു ബാപ്പമാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് സമദും നൗഷാദും ജംഷീദും 3 പേരുടെയും കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി വലിയ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുകയാണ്. ഏകദേശം 1 കോടി രൂപ സമാഹരിക്കേണ്ടി വരികയാണ്. ഇവർ അനാഥരാകരുത്, അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒന്നിക്കണം, സഹായിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ട മക്കളാണ്, സഹോദരങ്ങളാണ്, നിങ്ങൾ സഹായിക്കണേ, നിങ്ങൾ സഹായിക്കണേ, നിങ്ങൾ സഹായിക്കണേ പ്രിയപ്പെട്ടവർ.